ഒന്ന്, ഈ വിവാദത്തിൽ വലിയ കഴമ്പുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം ഓരോ ദിവസവും 15 മുതൽ 20 വരെ വീഡിയോ കോൺഫറൻസിംഗ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, 15 മുതൽ 20 വീഡിയോ കോൺഫറൻസിംഗ് ചെയ്ത് ഇവിടെ എന്താണ് നടക്കുന്നത്, ഓരോ കാര്യങ്ങളും മിനിറ്റ് ബൈ മിനിറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ എടുക്കേണ്ടുന്ന ഡിസിഷൻസ് എടുക്കുവാൻ ഞാൻ എന്റെ ഉത്തരവാദിത്വം ഞാൻ നന്നായി കൈകാര്യം ചെയ്തു എന്നാണ് എന്റെ തോന്നൽ. പിന്നെ ഞാനിവിടെ ഈ സമയത്ത് ഞാൻ ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി ഗവൺമെന്റിനെ ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ ഈ ചാർജ് എടുത്തത്. കാരണം ഞാനൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ലണ്ടനിലാണ്. ആ സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് വിസയും മറ്റുമൊക്കെ എന്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവസാന നിമിഷത്തിൽ ഫെസ്റ്റിവലിന് വേണ്ടി എനിക്കതിനു വേണ്ടി മാറാൻ കഴിയില്ല എന്നുള്ള എന്റെ അസൌകര്യം ഞാൻ അറിയിച്ചിട്ടും അത് എഗ്രി ചെയ്തിട്ടുമാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അത്തരത്തിൽ ഗവൺമെന്റ് തലത്തിൽ നിന്നോ എന്റെ കയ്യിൽ നിന്നോ ഒരു നിരുത്തരവാദപരമായ ഒരു നീക്കം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു വിർച്വലി. കോവിഡ് നമ്മളെ പഠിപ്പിച്ചത് എന്താ? വി ക്യാൻ വർക്ക് വിർച്വലി. എവറി മൊമെന്റ് ഐ വാസ് ഹിയർ. എവറി ഡിസിഷൻ. ആക്ച്വലി ഫെസ്റ്റിവൽ തുടങ്ങിയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി അവിടുത്തെ സമയം 3 മണിക്കും 3:30 മണിക്കും 4 മണിക്കും 4:30 മണിക്കും 5 മണിക്കും ഒക്കെ ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്റ്റേഴ്സുമായിട്ടും അവിടുത്തെ ബ്യൂറോക്രസിയുമായിട്ടും സംസാരിച്ച് നമ്മുടെ ഓരോ നൂലാമാലകൾ ഞാൻ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോകുന്നതിന് മുൻപും നമ്മുടെ ഇവിടുത്തെ വന്നിരിക്കുന്ന 35ഓളം ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സിന് വേണ്ടുന്ന പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിസ അപ്ലൈ ചെയ്യുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ടാഗോർ തിയേറ്ററിന്റെ കവലയിലിരുന്ന് നിങ്ങൾ എന്നെ കണ്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റ് എല്ലാ ഫംഗ്ഷനിങ്ങിലും, ഒരു അക്കാഡമിയുടെ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഫംഗ്ഷനിങ്ങിലും ഒരു ചെയർമാൻ എന്ന നിലയിൽ എന്തൊക്കെയാണോ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത് അതെല്ലാം സമയത്തിന് മുൻപായി എടുത്തിട്ടുണ്ട്. ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, ഗവൺമെന്റുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പൊളിറ്റിക്കൽ ഡിസിഷൻ വരുമ്പോഴും അത് ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടാണ്, ഞാനും മിനിസ്റ്ററുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്, തീരുമാനം എടുത്തിട്ടുള്ളത്, എന്നെ അറിയിച്ചിട്ടുള്ളത്, ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ യാതൊരു വീഴ്ചയും വന്നിട്ടില്ല, യാതൊരു പകപ്പിഴയും വന്നിട്ടില്ല. ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഇന്ന് ഇഫ്കയുടെ 30ാമത്തെ എഡിഷനിൽ ഇവിടെ ഉണ്ടായ ക്രൈസിസ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ടായാനെ. അത് നമ്മൾ ആ ക്രൈസിൽ നിന്ന് പുറത്തു വരുന്നതും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നേ. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകും. അതെ, അതാണല്ലോ ക്രൈസിസ്. ഇഫ്കയുടെ 30ാം എഡിഷനിലുണ്ടായ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് അതാണ്. ആ ക്രൈസിസ് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായാനെ. തീർച്ചയായിട്ടും ഇല്ല. ഞാൻ അതിന്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എല്ലാ വർഷവും നമ്മൾ ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഇതിനു മുൻപും GCയിൽ ഇരുന്നിട്ടുണ്ട്, നമ്മുടെ ഇഫ്കയുടെ GCയിലുണ്ട്. അപ്പൊ ഞാൻ ഇത് പരിചയമില്ലാത്ത ഒരാളാണ് പറയുന്നത് നിങ്ങൾ കരുതണ്ട. നമുക്ക് ഫിലിം മേക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ ബിസിനസ് വിസയിൽ വന്നാൽ മതി. ബിസിനസ് വിസയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ബിസിനസ് വിസയ്ക്ക് അത്ര വലിയ നൂലാമാലകളൊന്നുമില്ല. ഇത്തവണ നമ്മുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുൻപ് IB ഒരു നോട്ടീസ് ഞങ്ങൾക്ക് അയച്ചു. എനിക്ക് നേരിട്ടാണ് നോട്ടീസ് കിട്ടിയത്. ആ നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത്തവണ വരുന്ന എല്ലാ ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സും കോൺഫറൻസ് അല്ലെങ്കിൽ സിംപോസിയം എന്ന കാറ്റഗറിയിലുള്ള വിസയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. കൃത്യമായി ഇത് പാലിക്കണം എന്നുള്ള നിർദ്ദേശം IBയിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് എന്നെ അറിയിച്ചു. ആ കോൺഫറൻസ് വിസ അപ്ലൈ എന്ന് പറഞ്ഞാൽ അത് വലിയ നൂലാമാലയാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യണം, എല്ലാ ലിസ്റ്റും കൊടുക്കണം. അതൊരു പോർട്ടലിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ആരുമായിട്ടും സംസാരിക്കാൻ പറ്റത്തില്ല. ക്രെഡിറ്റ് കാർഡുകാരോട് സംസാരിക്കുന്നതാണ്, ആരും ഇല്ല. പോർട്ടൽ എന്താണോ പറയുന്നത് അത് നമ്മൾ പിന്നെ ചെയ്യണം. അപ്പൊ അതിന് കാലതാമസം വരും. പോർട്ടൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരവസരത്തിൽ 35 ഡെലിഗേറ്റ്സും ഇവിടെ എത്തിച്ചേരില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരിട്ട് ഡൽഹിയിൽ പോയി നേരിട്ട് സംസാരിച്ചു. ആദ്യം വിസ അപ്ലൈ ചെയ്യുന്ന പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയെങ്കിൽ മാത്രമേ വിസ നമുക്ക് അപ്ലൈ ചെയ്യാനും വിസ കിട്ടുമെന്നുള്ള ഒരു കാര്യം നമുക്കറിയുള്ളൂ. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നത് നമുക്ക് ഡിസംബർ 2-ാം തീയതിയാണ്. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുമ്പോൾ നമുക്കറിയുന്നത് ഇന്ന ആളുകളാണ് നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് വരുന്നത്. പല കൺട്രികളിൽ നിന്നുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് തന്നില്ല. ഞാൻ ഏത് കൺട്രിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ വളരെ നമ്മുടെ വിദേശകാര്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു.
ആ ലിസ്റ്റിന് ശേഷമാണ് നമ്മൾ ഇന്ന സിനിമകൾ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ലിസ്റ്റ് 3-ാം തീയതി നമ്മൾ കൊടുത്തു. 2-ാം തീയതി പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നു, 3-ാം തീയതി നമ്മളെ ലിസ്റ്റ് കൊടുത്തു.